യുക്രൈൻ യുദ്ധഭൂമി ഇന്ന് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക പോരാട്ടമല്ല, മറിച്ച് ആഗോളതലത്തിലെ അത്യാധുനിക ആയുധങ്ങളുടെയും സൈനിക തന്ത്രങ്ങളുടെയും പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ആഗോള പ്രതിരോധ രംഗത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഒരു സൈനികനെ പോലും നേരിട്ട് യുദ്ധമുഖത്തേക്ക് അയക്കാതെ തന്നെ ആധുനിക യുദ്ധമുറകളുടെ ഏറ്റവും മാരകമായ പാഠങ്ങൾ ഉത്തര കൊറിയ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. റഷ്യൻ സേന യുക്രൈനിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഉത്തര കൊറിയൻ നിർമ്മിത മിസൈലുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് പോങ്യാങ്ങിന് ഈ സുവർണാവസരം ഒരുക്കി കൊടുക്കുന്നത്. റഷ്യയുടെ പക്കൽ ആയുധ ശേഖരം കുറയുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ വൻതോതിൽ മിസൈലുകൾ മോസ്കോയ്ക്ക് കൈമാറാൻ തുടങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോസോങ് 11A എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന KN-23 തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈൽ. റഷ്യൻ സൈന്യം ഇത് യുക്രൈനിലെ ജനവാസ മേഖലകളിലും സൈനിക താവളങ്ങളിലും നിരന്തരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മിസൈൽ ആക്രമണങ്ങൾ യുക്രൈന് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല, ഉത്തര കൊറിയയ്ക്ക് തങ്ങളുടെ ആയുധങ്ങൾ തത്സമയം പരീക്ഷിക്കാനുള്ള അവസരവും നൽകുന്നു. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈൻ യുദ്ധഭൂമിയിലെ പ്രയോഗത്തിലൂടെ KN-23 മിസൈലുകളുടെ ലക്ഷ്യപ്രാപ്തിയും കൃത്യതയും വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ വിക്ഷേപിച്ച മിസൈലുകളെ അപേക്ഷിച്ച് ഇപ്പോൾ റഷ്യ പ്രയോഗിക്കുന്ന ഉത്തര കൊറിയൻ മിസൈലുകൾ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ തന്നെ പതിക്കുന്നു. ഒരു ആയുധം അതിന്റെ നിർമ്മാണശാലയിലോ കൃത്രിമ പരീക്ഷണ പരിധിയിലോ പരീക്ഷിക്കുന്നതും യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ പരീക്ഷിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇപ്പോൾ ഉത്തര കൊറിയയ്ക്ക് അനുകൂലമായി മാറിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം മിസൈലുകളുടെ പോരായ്മകൾ കണ്ടെത്താൻ വർഷങ്ങളുടെ ഗവേഷണം ആവശ്യമാണ്. എന്നാൽ യുക്രൈനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇവ എങ്ങനെ നേരിടുന്നു എന്ന കൃത്യമായ ഡാറ്റ റഷ്യൻ സാങ്കേതിക വിദഗ്ധർ ഉത്തര കൊറിയയ്ക്ക് കൈമാറുന്നുണ്ട്. മിസൈൽ വിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന പാളിച്ചകൾ, അന്തരീക്ഷ വ്യതിയാനങ്ങൾ ലക്ഷ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെ എങ്ങനെ തടയുന്നു തുടങ്ങിയ നിർണായക വിവരങ്ങൾ പോങ്യാങ്ങിലെ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്നു. ഇത് അവരുടെ ആയുധ വികസന പരിപാടിയുടെ വേഗത 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ കാരണമായി. റഷ്യയുടെ വിഖ്യാതമായ ഇസ്കന്ദർ M മിസൈലുകളോടാണ് പ്രതിരോധ വിദഗ്ധർ KN-23 മിസൈലിനെ ഉപമിക്കുന്നത്. കാഴ്ചയിലും പ്രവർത്തനത്തിലും ഏറെക്കുറെ സമാനമായ ഈ മിസൈലിന് വളരെ സവിശേഷമായ ചില കഴിവുകളുണ്ട്. അന്തരീക്ഷത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പാതാ വ്യതിയാനം വരുത്താൻ ഇതിന് സാധിക്കും. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളെയും വ്യോമ പ്രതിരോധ മിസൈലുകളെയും വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ ഈ സാങ്കേതിക വിദ്യ മിസൈലിനെ സഹായിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് നൽകിയ അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പോലും ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പുതിയ യുദ്ധകാല വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മിസൈലിന്റെ കൃത്യത ഇപ്പോൾ ഏതാനും മീറ്ററുകൾ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടെന്നാണ്. അതായത് ലക്ഷ്യമിട്ട കെട്ടിടത്തിന്റെയോ സൈനിക താവളത്തിന്റെയോ തൊട്ടടുത്ത് തന്നെ ഇത് വന്നു പതിക്കുന്നു. നിലവിൽ ലോകത്ത് സജീവമായി ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും കൃത്യതയാർന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നായി KN-23 മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പാശ്ചാത്യ ശക്തികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ മിസൈലുകൾ നാളെ ദക്ഷിണ കൊറിയയ്ക്കോ ജപ്പാനോ അല്ലെങ്കിൽ അമേരിക്കൻ താവളങ്ങൾക്കോ നേരെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉത്തര കൊറിയൻ മിസൈലുകളുടെ ഈ വൻ കുതിച്ചുചാട്ടം ഏഷ്യ പസഫിക് മേഖലയിലെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ദക്ഷിണ കൊറിയയും അമേരിക്കയും വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ മതിലുകളെ തകർക്കാൻ കെൽപ്പുള്ള ആയുധങ്ങളാണ് ഉത്തര കൊറിയ ഇപ്പോൾ യുക്രൈന്റെ മണ്ണിൽ പരീക്ഷിച്ച് വിജയിപ്പിക്കുന്നത്. സൈന്യത്തെ അയക്കാതെ തന്നെ തങ്ങളുടെ ആയുധങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാനും അവയെ കൂടുതൽ മാരകമാക്കാനും കിം ജോങ് ഉന്നിന് സാധിച്ചു എന്നത് വരും നാളുകളിൽ ആഗോള സുരക്ഷയ്ക്ക് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കും.